Hello everyone, welcome to Groww Malayalam. ലോകമാകെ ഇൻഫ്ലേഷൻ ഉയർന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് സെൻട്രൽ ബാങ്കുകളൊക്കെ തന്നെ പലിശ നിരക്ക് കൂട്ടുകയുമാണ്. ഇതുകൊണ്ടാണ് ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റുകളൊക്കെ തന്നെ താഴ്ന്നുകൊണ്ടിരിക്കുന്നതും. പക്ഷേ എന്നാലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഒരു പരിധിവരെ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് റെസിലിയൻ്റ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത് സ്ഥിരതയുള്ള ഏർണിംഗ്സ് ഗ്രോത്ത് ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെസ്റ്റ് സ്ട്രാറ്റജി എന്നാണ്. വലിയ മാർക്കറ്റ് സൈസും ലോങ് ടേം ഗ്രോത്തും ഒക്കെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന വാല്യുവേഷൻസ് ഏറെക്കുറെയൊക്കെ ശരിയായി കറക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അട്രാക്റ്റീവായ റിസ്ക് റിവാർഡ് ഇക്വേഷൻ ഉള്ള കമ്പനികൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒത്തിണങ്ങിയ, അതായത് ബിഗർ മാർക്കറ്റ് സൈസ്, കൺസിസ്റ്റന്റ് ഏർണിംഗ്സ് ഗ്രോത്ത്, പൊട്ടൻഷ്യൽ ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത്, ഇതൊക്കെ ചേർന്ന കമ്പനികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ലാർജ് ക്യാപ് സ്റ്റോക്സ് ആയിരിക്കും അല്ലേ? ആൻഡ് യെസ്, മിക്ക ലാർജ് ക്യാപ് കമ്പനികളുടെയും വാല്യുവേഷൻസ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 52 വീക്ക് ഹൈയിൽ നിന്നും 30% വരെ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പ് 5 ലാർജ് ക്യാപ് സ്റ്റോക്സ് ഏതൊക്കെയാണെന്നാണ്. ഈ കമ്പനികളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയ ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടാൻ പാകത്തിൽ അവയുടെ ബിസിനസ്സിനെ കുറിച്ചും പ്രധാനപ്പെട്ട സ്ട്രെങ്ത്, അതുപോലെ വീക്ക്നെസ്സുകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫണ്ടമെന്റലി സ്ട്രോങ് ആയ കമ്പനികളായിരിക്കണം നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളത് കൊണ്ട് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് ഇനി പറയുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ മാത്രമാണ്. ഒന്നാമത്തേത് മാർക്കറ്റ് ക്യാപ് മോർ ദാൻ 20,000 crore rupees. അടുത്തത് 5-year ആവറേജ് റിട്ടേൺ ഓൺ ഇക്വിറ്റി മോർ ദാൻ 15%. അതുപോലെ 5-year സെയിൽസ് ഗ്രോത്ത് CAGR ഓവർ 10%. പിന്നെ കഴിഞ്ഞ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ മോർ ദാൻ 10% ആൻഡ് 5 years പ്രോഫിറ്റ് ഗ്രോത്ത് CAGR മോർ ദാൻ 10%. 20th October 2022 മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസസ് ആണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. 52 വീക്ക് ഹൈയിൽ നിന്ന് ഏറ്റവും ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ഏറ്റവും അവസാനമാണ് നമ്മൾ പറയുക. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. സോ വൺസ് അഗൈൻ വെൽക്കം ടു ഗ്രോ മലയാളം ആൻഡ് മൈ നെയിം ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ. ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേസ് വീഡിയോ. So the first company on our list is muthoot Finance Limited. Gold loans provide ചെയ്യുന്ന ബിസിനസ് നടത്തുന്ന muthoot Finance ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. ഇന്ത്യസ് ലാർജസ്റ്റ് ഗോൾഡ് ഫിനാൻസിംഗ് കമ്പനിയാണ് muthoot. muthoot ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് ബിസിനസ് ആണ് ഇത്. ഈ കമ്പനിയുടെ സബ്സിഡിയറീസ് ഏതൊക്കെയാണെന്ന് ഇനി നോക്കാം. ബെൽ സ്റ്റാർ മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ്, muthoot ഹോം ഫിൻ ഇന്ത്യ ലിമിറ്റഡ്, ഏഷ്യ അസറ്റ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, muthoot ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, muthoot മണി ലിമിറ്റഡ്, muthoot അസറ്റ് മാനേജ്മെന്റ് ആൻഡ് muthoot ട്രസ്റ്റി. ഈ സബ്സിഡിയറീസിലൂടെ ഹൗസിംഗ്, മൈക്രോ ഫിനാൻസ് ആൻഡ് വെഹിക്കിൾ ഫിനാൻസ് തുടങ്ങിയ ലെൻഡിംഗ് സെഗ്മെന്റ്സിലും പ്രസൻസ് ഉണ്ട് ഈ കമ്പനിക്ക്. ജൂൺ 2022 പ്രകാരം കമ്പനിയുടെ ലോൺ AUM എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 5,66,892 മില്യൺ റുപ്പീസ് ആണ്. ആൻഡ് 178 ടൺ ഗോൾഡ് ജ്വല്ലറിയാണ് സെക്യൂരിറ്റിയായി ഇവർ കീപ്പ് ചെയ്യുന്നത്. കമ്പനി പ്രധാനമായും ഓപ്പറേറ്റ് ചെയ്യുന്നത് സദേൺ ഇന്ത്യയിലാണ്, പിന്നെ നോർത്തിലും, പിന്നെ വെസ്റ്റിൽ, പിന്നെ ഈസ്റ്റിലുമാണ്. 20th ഒക്ടോബറിലെ കണക്ക് പ്രകാരം muthoot ഫിനാൻസ് ട്രേഡ് ചെയ്യുന്നത് 52 വീക്ക് ഹൈയിൽ നിന്നും 39.14% താഴെയായിട്ടാണ്. കമ്പനിയുടെ ഒരു കീ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗോൾഡ് ഫിനാൻസിംഗ് സെഗ്മെന്റിൽ ലീഡർഷിപ്പ് പൊസിഷൻ ഇവർ നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. മാർച്ച് 31, 2022 കമ്പനിയുടെ ഗോൾഡ് ലോൺ പോർട്ട്ഫോളിയോ 57,500 കോടി രൂപയായിരുന്നു. ഇത് ഇയർ ഓൺ ഇയർ ബേസിസിൽ 10.7% ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും 10 വർഷം കൊണ്ട് AUM കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട് എന്ന്. കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ആയ, ഇനിയും കൂടുതൽ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന muthoot ഫിനാൻസിന്റെ വൈഡ് ബ്രാഞ്ച് നെറ്റ്വർക്ക്, ക്ലയൻസ് എന്നിവ കാരണം കമ്പനിയുടെ ഇപ്പോൾ ഉള്ള കോമ്പറ്റീറ്റീവ് പൊസിഷൻ മീഡിയം ടേമിലേക്ക് തുടർന്നു പോകുമെന്നാണ് എക്സ്പേർട്സ് വിശ്വസിക്കുന്നത്. കൂടാതെ ഗോൾഡ് പ്രൈസിലുള്ള വർധനവ് കാരണം കമ്പനിക്ക് കൂടുതൽ ഉയർന്ന ലോൺ എമൗണ്ട് ഓഫർ ചെയ്യാൻ കഴിയും. ഇത് കൂടുതൽ പലിശ നൽകുകയും ചെയ്യും. പിന്നെ ഒരു വിഷയമുള്ളത് muthoot ഫിനാൻസിന്റെ ഓപ്പറേഷൻസ് വളരെയധികം ജോഗ്രഫിക്കലി കോൺസെൻട്രേറ്റഡ് ആണ് എന്നുള്ളതാണ്. ജൂൺ 30, 2022 കണക്ക് പ്രകാരം കമ്പനിയുടെ ബ്രാഞ്ചുകളിൽ 60% സ്ഥിതി ചെയ്യുന്നത്, AUM-ൽ 50% വരുന്നത്, ഇതൊക്കെയും സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. ഈ ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ കാരണം ആ പ്രദേശങ്ങളിലെ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രശ്നങ്ങൾ കമ്പനിയുടെ ബിസിനസ്സിന് റിസ്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ചില കീ ഫണ്ടമെന്റൽസ് ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 1,048 rupees, PE ratio 11.1, debt to equity 2.48, 5-year sales CAGR 14.01%, return on equity 23.6%, 1-year returns minus 30.8%, 5-year CAGR returns 15.97%, 200 DMA 1,197.5, RSI 14, 53.6. അടുത്ത കമ്പനി എംഫസിസ് ലിമിറ്റഡ്.
ക്ലൗഡ് ആൻഡ് കോഗ്നിറ്റീവ് സർവീസസിൽ ഫോക്കസ് കൊടുക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി സൊല്യൂഷൻസിന്റെ ഒരു ലീഡിംഗ് ഗ്ലോബൽ സപ്ലയർ ആണ് എംഫസിസ്. സ്ഥാപനങ്ങൾക്ക് ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ആർക്കിടെക്ചർ കൺസൾട്ടിംഗ്, ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ഇന്റഗ്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ മാനേജ്മെന്റ് സർവീസസ് എന്നിവയും ഈ ബിസിനസ് ഓഫർ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻസ്, ലോജിസ്റ്റിക്സ്, മാനുഫാക്ചറിംഗ്, ഹെൽത്ത് കെയർ, ഫിനാൻഷ്യൽ സർവീസസ്, ടെക്നോളജി എന്നിങ്ങനെയുള്ള സെക്ടേഴ്സിനൊക്കെ ഇത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആർക്കിടെക്ചർ ആൻഡ് ഡിസൈനിങ്ങിൽ ഇവരുടെ നെക്സ്റ്റ് ജെൻ സൊല്യൂഷൻ സ്ഥാപനങ്ങളുടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ജേണിക്ക് കൂടുതൽ വേഗത നൽകുന്നതാണ്. 20th ഒക്ടോബറിലെ കണക്ക് പ്രകാരം എംഫസിസ് ലിമിറ്റഡ് ട്രേഡ് ചെയ്യുന്നത് 52 വീക്ക് ഹൈയിൽ നിന്നും 40.29% താഴെയായിട്ടാണ്. കമ്പനിയുടെ ഒരു കീ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ക്ലൗഡ് ടെക്നോളജിയിലുള്ള ഇവരുടെ ഫോക്കസ് ആണ്. കൂടുതൽ റീ ആർക്കിടെക്ചർ ആൻഡ് ഒപ്റ്റിമൈസേഷൻ സർവീസുകൾക്കായി ക്ലൗഡ് അഡോപ്റ്റേഴ്സ് വീണ്ടും തിരിച്ചു വരും എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ സർവീസിനുള്ള നീഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ പ്ലാറ്റ്ഫോംസിലൂടെ സ്പീഡി സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. ട്രൈബ്സ് ആൻഡ് സ്ക്വാഡ്സ് എന്നൊരു മോഡൽ ഈ അടുത്ത് ഇവർ അഡോപ്റ്റ് ചെയ്തിരുന്നു. നെക്സ്റ്റ് ജനറേഷൻ സർവീസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ മുന്നേ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. മാർക്കറ്റിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ചേഞ്ച് ചെയ്യാനും കൂടുതൽ വേഗത്തിൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാനും ഇത് ഇവരെ സഹായിക്കും. അങ്ങനെ കമ്പനിയുടെ ഗ്രോത്തും റവന്യൂവും വർദ്ധിക്കാനും ഇത് കാരണമാവും. ഇത് കൂടാതെ മറ്റു കമ്പനീസുമായി പാർട്ണർ ആവുകയും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും കൺസെപ്റ്റ് മോഡൽസ്, പ്രോട്ടോടൈപ്സ് ആൻഡ് സ്മാർട്ട് കോൺട്രാക്ട്സ് എന്നിവയുടെ പ്രൂഫ് സർട്ടിഫിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കമ്പനി. ഇത് കമ്പനിയെ പുതിയ സേവനങ്ങൾ നൽകാൻ സഹായിക്കുകയും റവന്യൂ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു കീ ചലഞ്ച് ഉള്ളത് ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ തന്നെയാണ്. US ആണ് എംഫസിസിന്റെ റവന്യൂ പാറ്റേണിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, റവന്യൂവിന്റെ അറൌണ്ട് 79%. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മാക്രോ എക്കണോമിക്, സ്ട്രക്ചറൽ ആൻഡ് റീജിയണൽ പ്രോബ്ലംസ് ഒക്കെ ഇവരുടെ സെയിൽസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റിയെ ബാധിച്ചേക്കാം. കൂടാതെ ഫിനാൻഷ്യൽ ഇയർ 2022-ൽ എംഫസിസ് അവരുടെ 57% സെയിൽസും ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ ടോപ്പ് 10 ക്ലയൻസിൽ നിന്നുമാണ്, DXC ടെക്നോളജി ഒഴികെ. അപ്പോൾ ഇത് ക്ലയന്റ് കോൺസെൻട്രേഷൻ കൊണ്ടുള്ള മോഡറേറ്റ് റിസ്ക് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 2147.4 rupees, PE ratio 27, debt to equity 0.08, 5-year sales CAGR 14.51%, return on equity 21.2%, 1-year returns -39.3%, 5-year CAGR returns 27.01%, 200 DMA 2623.3, RSI 14 56.4. ഇനി തേർഡ് കമ്പനി L&T ടെക്നോളജി സർവീസസ് ലിമിറ്റഡ്. L&T ടെക്നോളജി സർവീസസ് ഒരു എഞ്ചിനീയറിംഗ് സർവീസസ് കമ്പനിയാണ്, ബേസ്ഡ് ഇൻ വഡോദര, ഗുജറാത്ത്. ലാർസൻ ആൻഡ് ടുബ്രോ കോൺഗ്ലോമറേറ്റിന്റെ സബ്സിഡറി ആയിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്, ട്രാൻസ്പോർട്ടേഷൻ, ടെലികോം ആൻഡ് ഹൈടെക്, മെഡിക്കൽ ഡിവൈസസ്, പ്ലാന്റ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഏരിയകളിലുള്ള കമ്പനികൾക്ക് എഞ്ചിനീയറിംഗ് ഡിസൈൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, സ്മാർട്ട് മാനുഫാക്ചറിംഗ് ആൻഡ് ഡിജിറ്റലൈസേഷൻ സൊല്യൂഷൻസ് എന്നിവ ഈ കമ്പനി ഓഫർ ചെയ്യുന്നു. കമ്പനിയുടെ കസ്റ്റമർ ബേസിൽ ഉള്ളത് ലോകത്തിലെ ടോപ്പ് R&D കമ്പനീസിലെ 57 എണ്ണമാണ്. 337 ഗ്ലോബൽ കസ്റ്റമേഴ്സ് ഉണ്ട്. 913 പേറ്റൻസ് ഫയൽ ചെയ്തിട്ടുണ്ട്. റവന്യൂവിന്റെ 90% വരുന്നത് റിപ്പീറ്റ് കസ്റ്റമേഴ്സിൽ നിന്നുമാണ്. 5 സെഗ്മെന്റ്സിൽ നിന്നുമാണ് റവന്യൂ വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ, ടെലികോം ആൻഡ് ഹൈടെക്, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്, പ്ലാന്റ് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ഡിവൈസസ്. പിന്നെ മേജർ റവന്യൂ വരുന്നത് നോർത്ത് അമേരിക്കയിൽ നിന്നുമാണ്. പിന്നെ യൂറോപ്പ്, അടുത്തത് ഇന്ത്യ, ബാക്കി റെസ്റ്റ് ഓഫ് ദ വേൾഡ്. 20th ഒക്ടോബറിലെ കണക്ക് പ്രകാരം L&T ടെക്നോളജി സർവീസസ് ലിമിറ്റഡ് ട്രേഡ് ചെയ്യുന്നത് 52 വീക്ക് ഹൈയിൽ നിന്നും 40.7% താഴെയായിട്ടാണ്. പാരന്റ് കമ്പനിയായ L&Tയിൽ നിന്നും കിട്ടുന്ന സ്ട്രോങ് മാനേജീരിയൽ, ഓപ്പറേഷണൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് കമ്പനിയുടെ ഒരു കീ സ്ട്രെങ്ത്. L&Tയുടെ പ്രൈമറി ടാർഗറ്റ് മാർക്കറ്റ് എഞ്ചിനീയറിംഗ് ഡിസൈൻസ് ആണ്. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് എക്സ്പേർട്ട് എന്ന L&Tയുടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റേറ്റസിൽ നിന്നും ഈ കമ്പനിയും ഗുണമുണ്ടാക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ മാനേജ്മെന്റിനെയും ഓപ്പറേഷൻസിനെയും അസിസ്റ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് L&T ഷെയർ ചെയ്യുന്നുണ്ട്, മാനേജറിയൽ ആയിട്ടും ഇൻഫ്രാസ്ട്രക്ചറിന്റെ രൂപത്തിലും. കൂടാതെ പല വെർട്ടിക്കൽസിലായി സ്ട്രോങ് പ്രസൻസ് കാലങ്ങളായി ഉണ്ടാക്കിയെടുത്തതിന്റെ ഭാഗമായി കമ്പനിക്ക് വളരെ വലിയ ഡൈവേഴ്സിഫൈഡ് ക്ലയന്റ് ബേസ് ഉണ്ട്. പിന്നെ ഇതിനു പുറമെ ഈ അടുത്ത് ഗ്ലോബൽ 5G പ്രൈവറ്റ് നെറ്റ്വർക്ക് ഇൻഡസ്ട്രിക്ക് വേണ്ട സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കമ്പനി ക്വാൽകോമുമായി ഓർത്തിരുന്നു. ഈ രണ്ട് കമ്പനീസും ടെലികമ്മ്യൂണിക്കേഷൻ സൊല്യൂഷൻസിനുള്ള അവരുടെ കോർ കോമ്പിറ്റൻസീസ് ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അത് വെയർ ഹൗസിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് സെക്ടേഴ്സിലുള്ള എൻഡ് കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടാക്കും. എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുള്ളത് ഈ ഇൻഡസ്ട്രിയിലെ കൂടി വരുന്ന കോമ്പറ്റീഷൻ ആണ്. അത് പ്രൈസിംഗ് പ്രഷർ ഉണ്ടാക്കും. കോമ്പറ്റീഷനിൽ നിലനിൽക്കണമെങ്കിൽ കമ്പനിക്ക് പുതിയ ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ഓർ പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിനു പുറമെ എഫിഷ്യന്റ് റിസോഴ്സ് യൂസേജ് ആൻഡ് റിട്ടൻഷൻ ഉറപ്പാക്കുന്ന തരത്തിലുള്ള എഫക്റ്റീവ് കോസ്റ്റ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയും വരും. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 3530.9 rupees, PE ratio 35, debt to equity 0.1,
5-year sales CAGR 15.13%, return on equity 24.5%, 1-year returns minus 24.11%, 5-year CAGR returns 34.9%, 200 DMA 4013.1, RSI 1447.7. Fourth company, Sona BLW Precision Forgings Limited. സോന BLW Precision Forging ലിമിറ്റഡ് ഇപ്പോൾ അറിയപ്പെടുന്നത് സോന കോംസ്റ്റാർ എന്നാണ്. ഓട്ടോമോട്ടീവ് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണിത്. എല്ലാ ടൈപ്പ് വാഹനങ്ങളുടെയും ഡിഫറൻഷ്യൽ അസംബ്ലീസ്, ഗിയേഴ്സ്, കൺവെൻഷണൽ ആൻഡ് മൈക്രോ ഹൈബ്രിഡ് മോട്ടോഴ്സ്, ഇലക്ട്രിക് വെഹിക്കിൾ ട്രാക്ഷൻ മോട്ടോഴ്സ് തുടങ്ങിയ എഞ്ചിനീയർഡ് ഓട്ടോമോട്ടീവ് സിസ്റ്റംസ് ആൻഡ് കമ്പോണൻസിന്റെ ഡിസൈനിങ്, പ്രൊഡ്യൂസിംഗ് ആൻഡ് ഡെലിവറിംഗ് എന്നിവയിലാണ് ഈ കമ്പനി ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ പ്രൊഡക്റ്റ് ലൈൻ 2 സെഗ്മെന്റ്സ് ആയിട്ട് തരംതിരിക്കാം: ഡ്രൈവ് ലൈൻ പാർട്സ് ആൻഡ് മോട്ടോഴ്സ്. ഗ്ലോബൽ ഡിഫറൻഷ്യൽ ബെവൽ ഗിയർ സപ്ലയേഴ്സിന്റെ ടോപ്പ് 10-ൽ ഒന്ന് ഇവരാണ്. ഇതിന്റെ ഇന്ത്യൻ മാർക്കറ്റ് ഡൊമിനേറ്റ് ചെയ്യുന്നതും ഇവരാണ്. കമ്പനിയുടെ റവന്യൂ ഡൈവേഴ്സിഫിക്കേഷൻ ഈ കാണുന്നത് പോലെയാണ്. 20th ഒക്ടോബറിലെ കണക്ക് പ്രകാരം സോന BLW Precision Forgings ലിമിറ്റഡ് ട്രേഡ് ചെയ്യുന്നത് 52 വീക്ക് ഹൈയിൽ നിന്നും 42.33% താഴെയായിട്ടാണ്. സൈസബിൾ ആയ, അഡ്രസ്സബിൾ ആയ ഒരു മാർക്കറ്റിൽ നിന്നും ലാഭം നേടാൻ പാകത്തിലാണ് സോന കോംസ്റ്റാറിന്റെ പൊസിഷൻ. അതിന്റെ കാരണം EV ആൻഡ് ഹൈബ്രിഡ് പ്രൊഡക്ട്സിന്റെ ഗ്രേറ്റ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ്. കമ്പനിയുടെ റവന്യൂവിന്റെ 1/4 വരുന്നതും ഗ്ലോബൽ ബാറ്ററി EV സെഗ്മെന്റിൽ നിന്നുമാണ്. പിന്നെ എക്സ്പേർട്സ് പറയുന്നത് 2W ട്രാക്ഷൻ മോട്ടോർ കാറ്റഗറിയിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ 14 to 15% വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്, കസ്റ്റമർ പ്രൊഡക്ഷൻ കൂടുന്നതിന്റെ ഒപ്പം തന്നെ. അതിനു പുറമെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് 2-വീലർ മാനുഫാക്ചറിൽ നിന്നും അവരുടെ ഏറ്റവും പുതിയ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള EV ട്രാക്ഷൻ മോട്ടോഴ്സിന്റെ ഒരു ഫ്രഷ് ഓർഡറും ഈ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇതിന്റെ മാനുഫാക്ചറിംഗ് ആരംഭിക്കും. ഇത് കാരണം ട്രാക്ഷൻ മോട്ടോർ സിസ്റ്റം മാർക്കറ്റ് ഷെയർ ഇനിയും വർദ്ധിപ്പിക്കാൻ പറ്റും. ഒപ്പം കമ്പനി ഡെവലപ്പ് ആവുകയും ചെയ്യും. പക്ഷേ യൂറോപ്യൻ മാർക്കറ്റിലുള്ള സെയിലാണ് കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന എനർജി ക്രൈസിസും ഇൻഫ്ലേഷൻ കാരണമുള്ള പ്രഷറും കാരണം യൂറോപ്യൻ യൂണിയന്റെ കാർ സെയിൽസ് റീബൗണ്ട് വളരെ മിനിമൽ ആവുമെന്നാണ് കരുതപ്പെടുന്നത്. ഓൾറെഡി അവിടെയുള്ള ബിസിനസ്സിൽ സെയിൽസിൽ താഴ്ച കാണുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ റീജിയനിൽ നിന്നുമുള്ള ഇൻകം ഫിനാൻഷ്യൽ ഇയർ 22-ലെ 26%-ൽ നിന്നും ഫിനാൻഷ്യൽ ഇയർ 23-യുടെ Q1-ൽ 13% ആയിട്ടുണ്ട്. ഇനി ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 484.2 rupees. PE ratio 82.9, debt to equity 0.07, 5-year sales CAGR 30.96%, return on equity 20.6%, 1-year returns minus 21.61%, 200 DMA 592.6, RSI 14, 51.3. ഇനി ലാസ്റ്റ് കമ്പനി ഓൺ ദ ലിസ്റ്റ്, ഗ്ലാൻഡ് ഫാർമ ലിമിറ്റഡ്. ഗ്ലാൻഡ് ഫാർമ ലോഞ്ച് ചെയ്തത് 1978-ലാണ്. ലാർജസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് ഇൻജെക്റ്റബിൾ ഫോക്കസ്ഡ് കമ്പനികളിൽ ഒന്നാണ് ഇത്. കമ്പനി പ്രധാനമായും എൻഗേജ് ചെയ്തിരിക്കുന്നത് ഇൻജെക്റ്റബിൾ ഫോർമുലേഷൻസിന്റെ നിർമ്മാണത്തിലാണ്. ഇൻജെക്റ്റബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിക്കകത്തേക്ക് കുത്തിവെക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്. ഇവർ ഓഫർ ചെയ്യുന്ന ഇൻജെക്റ്റബിൾസിൽ വയൽസ്, പ്രീഫിൽഡ് സിറിഞ്ചസ്, ഡ്രൈ പൗഡേഴ്സ്, ഇൻഫ്യൂഷൻസ്, ഒഫ്താൽമിക് സൊല്യൂഷൻസ് ആൻഡ് അതർ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഗ്ലാൻഡ് ഫാർമക്ക് വേൾഡ് വൈഡ് തന്നെ ബിസിനസ് ഉണ്ട്. ബിസിനസ് ടു ബിസിനസ് മോഡലിലാണ് ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത്. കോംപ്ലക്സ് ഇൻജെക്റ്റബിൾസിന്റെ ഡെവലപ്മെന്റ്, മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് എന്നിവയിൽ മികച്ച ട്രാക്ക് റെക്കോർഡ് ഉണ്ട് ഇവർക്ക്. ഗ്ലാൻഡിന് 7 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് 3 ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഫെസിലിറ്റീസ്. കമ്പനിയുടെ മേജർ റവന്യൂസ് വരുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റ്സിൽ നിന്നാണ്, മോർ ദാൻ 86%. പ്രധാനമായും യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇത്. 20th ഒക്ടോബറിലെ കണക്ക് പ്രകാരം ഗ്ലാൻഡ് ഫാർമ ലിമിറ്റഡ് ട്രേഡ് ചെയ്യുന്നത് 52 വീക്ക് ഹൈയിൽ നിന്നും 45.86% താഴെയായിട്ടാണ്. ഈ കമ്പനിയുടെ ഒരു കീ സ്ട്രെങ്ത് എന്ന് പറയുന്നത് US-ലെ ഡ്രഗ് ഷോർട്ടേജ് ആണ്. US FDA ഷോർട്ടേജ് ലിസ്റ്റിലുള്ള 11 ഇൻജെക്റ്റബിൾസ് കൈവശമുള്ള കമ്പനിയാണ് ഗ്ലാൻഡ്. US-ലുള്ള ഇന്ത്യൻ പ്ലെയേഴ്സിനിടയിൽ ഗ്ലാൻഡ് ഫാർമയാണ് ഡ്രഗ് ഷോർട്ടേജ് കാരണം ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന കമ്പനി. കൂടാതെ ഗ്ലാൻഡ് ഫാർമയുടെ എക്സ്പോർട്ട് ഷിപ്മെന്റ്സ് ജൂലൈ 2022-ൽ ഇരട്ടിയായിരുന്നു ജനുവരി ടു ഏപ്രിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ട്രാക്കിൽ തന്നെ തുടരാൻ പാകത്തിൽ ഗ്ലാൻഡ് റിക്കവർ ആയി എന്ന് ഇത് കാണിക്കുന്നു. പക്ഷേ റവന്യൂവിന്റെ വലിയൊരു ഭാഗം, മോർ ദാൻ 86%, വരുന്നത് US-ൽ നിന്നും ഇന്റർനാഷണൽ മാർക്കറ്റ്സിൽ നിന്നുമാണ് എന്നുള്ളത് കമ്പനിക്ക് ഒരു പ്രോബ്ലം ആയേക്കാം. കാരണം അവിടെയുള്ള നിയമങ്ങൾ മാറുകയോ പ്രൊജക്റ്റുകൾക്ക് അപ്രൂവൽ കിട്ടാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കമ്പനിയെ ബാധിക്കും. പിന്നെ ജൂൺ ക്വാർട്ടറിൽ കമ്പനിയുടെ ഇന്ത്യയിലെ സെയിൽസ് ഇയർ ഓൺ ഇയർ ബേസിസിൽ 72% കുറഞ്ഞു. ഇതിന്റെ കാരണം ഈ കമ്പനിയുടെ 2 പ്രൊഡക്ഷൻ ലൈൻസ് ക്ലോസ് ചെയ്തതാണ്. ഇനി കമ്പനിയുടെ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 2200.35 rupees. PE ratio 33.2, debt to equity 0, 5-year sales CAGR 24.37%, return on equity 18.5%, 1-year returns minus 36.82%,
200 DMA 2873.4, RSI 14 52.6. അപ്പോൾ ഇതൊക്കെയാണ് 52 വീക്ക് ഹൈയിൽ നിന്നും 30% വരെ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടോപ്പ് 5 ലാർജ് ക്യാപ് സ്റ്റോക്സ്. അപ്പോൾ പ്രത്യേകം പറയാനുള്ളത്, ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ഗ്രോ ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അതിൽ കൂടെ നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.